വാട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങോട്ടായി മഴയത്ത് വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് അരുവിക്കൽ ശ്രീ ശിവ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. അവിടുത്തെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സ്വന്തമായിട്ട് ഒരു വെള്ളച്ചാട്ടമുള്ള അമ്പലം എന്ന് വേണമെങ്കിൽ പറയാം. അത്ര വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല, ഒരു ചെറിയ വെള്ളച്ചാട്ടമുള്ള അമ്പലം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. കാര്യം നമ്മുടെ ഈ ഒരു ശിവക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് ഈ ഒരു വെള്ളം ഒഴുകി പോകുന്നത്. കുറേ അധികം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നല്ല വെള്ളം ഉണ്ടായിരുന്നു, ഏകദേശം മുട്ടോളം വെള്ളം ഉണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ പോണ സമയത്ത് ശരിക്കും ഈ അമ്പലത്തിലേക്ക് ബാക്ക് സൈഡ് വഴി കയറാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് കഴുകി വേണം അമ്പലത്തിലേക്ക്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് സൈഡിൽ കൂടി വേണം നമുക്ക് അമ്പലത്തിലേക്ക് പോകാനായിട്ട്, വേറൊരു സൈഡിൽ കൂടിയും നമുക്ക് പോകാൻ പറ്റത്തില്ല. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ വന്ന സമയത്താണെങ്കിൽ കുട്ടികളൊക്കെ അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതിൻ്റെ ഫ്രണ്ടിൽ നമുക്കെല്ലാവർക്കും കുളിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യമുണ്ട്. പക്ഷേ അത് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഈ പറയുന്ന ശുദ്ധമായിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ചീത്തയായി പോകും നമ്മളവിടെ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാരും അവിടെ കുളിക്കാതിരിക്കുന്നതാണ് ബെറ്റർ എന്ന് പറയണ പോലെ. ഒരു അടിപൊളി ആംബിയൻസ് തന്നെയാണ് നമ്മുടെ ആ അമ്പലത്തിൽ. ചുറ്റും വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് മഴയൊക്കെ പെയ്ത് വെറുതെ അടിപൊളി മൂഡായിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫോട്ടോസ് കാര്യങ്ങൾ എടുക്കാനാണെങ്കിൽ പോലും ഇത്രയും നല്ലൊരു അടിപൊളി സ്ഥലം വേറെ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അത്രയ്ക്ക് കിടുവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 2 ക്ഷേത്രത്തിലായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഞായറാഴ്ചയൊക്കെ വെറുതെ ഇരിക്കണമെങ്കിൽ വരാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ്. നമുക്ക് ഇല്ലിക്കക്കല്ല് പോണവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് നമുക്ക് ഇല്ലിക്കക്കല്ലിലേക്ക് എത്താം. അതുപോലെ നമ്മൾ നേരത്തെ ഇട്ട ക്ഷേത്രവും ഇല്ലിക്കക്കല്ല് പോണതിനൊക്കെ തൊട്ട് മുമ്പാണ്. മല കയറി തുടങ്ങുമ്പോൾ ഒരു 3 കിലോമീറ്റർ ഇപ്പുറത്തായിട്ടാണ് ആ അമ്പലം. അപ്പോൾ ഈ ഒരു ഇല്ലിക്കക്കല്ല് പോണ സമയത്ത് നമുക്ക് ഇത്രയും ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അപ്പം എപ്പോഴും പറയുന്ന പോലെ സമാധാനപുരത്ത് പീസ് ഔട്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ, മുടിയിഴ കോതിയ കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയതാരേ, അവളുടെ മിഴിയിൽ കരിമഷിയാലെ കനവുകളെഴുതിയതാരേ, നിനവുകളെഴുതിയ